സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ആണവായുധത്തെക്കാൾ കരുത്തുള്ള ആയുധമാണ്. ഹോർമൂസിലൂടെ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എങ്കിൽ മറ്റാർക്കും കഴിയില്ല എന്ന ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫിന്റെ പ്രസ്താവനയിൽ എല്ലാമുണ്ട്. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുമ്പ് ഹോർമൂസിൽ ഇറാൻ കടുപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നത് വ്യക്തം. ചർച്ചയിൽ ഇറാൻ എടുക്കാൻ പോകുന്ന നിലപാടുകളും ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്തായാലും ഇറാന്റെ ഇപ്പോഴത്തെ നീക്കം ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഹോർമൂസ് തുറന്നുകൊടുത്ത ഇറാൻ സത്യത്തിൽ ട്രംപിനെ പരീക്ഷിച്ചതാണ്. ആ തന്ത്രത്തിൽ വീണ ട്രംപിന്റെ മനസ്സിലിരിപ്പ് മുഴുവൻ പുറത്തേക്ക് വരികയും ചെയ്തു. ഇതോടെയാണ് ഹോർമൂസിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ നിയന്ത്രണം ഇറാൻ കടുപ്പിച്ചത്. മാത്രമല്ല, പാകിസ്ഥാനിലെ ആദ്യ ചർച്ച പരാജയപ്പെടാൻ ഹോർമൂസിലെ കാര്യങ്ങൾ എത്രത്തോളം നിർണായക ഘടകമായി എന്ന കാര്യവും ഖാലിബാഫ് വെളിപ്പെടുത്തുകയും ചെയ്തു. കരാറായില്ലെങ്കിൽ എല്ലാം തകർക്കുമെന്ന ഭീഷണി ആവർത്തിച്ച ട്രംപ് അമേരിക്കൻ പ്രതിനിധികൾ തിങ്കളാഴ്ച പാകിസ്ഥാനിൽ എത്തുമെന്ന് പറഞ്ഞു. ഇത് ഇറാന്റെ അവസാന ചാൻസ് ആണെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഇക്കാര്യത്തിൽ ഇറാന്റെ നിലപാട് ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഇറാനും പാകിസ്ഥാനും ഫോണിൽ യുദ്ധ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിനിടെ ട്രംപിനെ വിളറി പിടിപ്പിക്കാൻ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി കിം ജോങ് ഉൻ വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ പെട്ടുകിടക്കുന്ന ട്രംപിന് പസഫിക് മേഖലയിൽ കിം കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. കിമ്മിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള മിസൈൽ പരീക്ഷണത്തിന് പിന്നിൽ റഷ്യ, ചൈന, ഇറാൻ ബുദ്ധിയുണ്ടെന്നുള്ള കാര്യവും വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ 4 സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് പറഞ്ഞ നിർണായക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണ് എങ്കിൽ ഹോർമൂസ് കടലിടുക്ക് മറ്റാർക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് ഖാലിബാഫ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് അതിലൂടെ കടന്നുപോകാൻ കഴിയുക എന്നത് അസാധ്യമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇനി മുതൽ ഇറാന്റെ പ്രത്യേക അനുമതിയോടും ഇറാൻ നിശ്ചയിക്കുന്ന നിശ്ചിത പാതയിലൂടെയും മാത്രമേ അനുവദിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിയൻ തുറമുഖങ്ങളിൽ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം തികച്ചും അറിവില്ലായ്മയിൽ നിന്നുള്ള മണ്ടത്തരമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. സമാധാന കരാറിനായി ഇറാനെ കൊണ്ട് താൻ വലിയ നിബന്ധനകൾ അംഗീകരിപ്പിച്ചു എന്ന ട്രംപിന്റെ പ്രസ്താവനകളെ ഖാലിബാഫ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. 1 മണിക്കൂറിൽ ട്രംപ് 7 നുണകൾ പറഞ്ഞതായും അദ്ദേഹം പരിഹസിച്ചു. അതായത്, അമേരിക്ക തങ്ങളുടെ സാമ്പത്തിക സൈനിക ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകില്ല എന്നുള്ള ഇറാന്റെ ഉറച്ച നിലപാടാണ് ഖാലിബാഫിലൂടെ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പ്രസ്താവനയിലൂടെ പറഞ്ഞ നിലപാടിൽ കൂടുതൽ കൃത്യതയും വ്യക്തതയും വരുത്തുകയാണ് ഖാലിബാഫ് എന്നതും നമ്മൾ മനസ്സിലാക്കണം. ഈ നിലപാടായിരിക്കും ഇറാൻ ഇനിയുള്ള ചർച്ചകളിൽ സ്വീകരിക്കുക എന്നുള്ള കാര്യവും കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഇസ്ലാമാബാദിലെ ആദ്യഘട്ട ചർച്ചയ്ക്കിടയിൽ നടന്ന നാടകീയമായ സംഭവവും ചീഫ് നെഗോഷിയേറ്റർ കൂടിയായ, അതായത് ചർച്ച നയിക്കുന്ന സംഘത്തിലെ പ്രധാനിയായ ഖാലിബാഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ച നടക്കുമ്പോൾ അമേരിക്കൻ ഡിസ്ട്രോയർ കപ്പലുകൾ ഹോർമൂസിൽ നടത്തിയ പ്രകോപനത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ. ഇതിനെക്കുറിച്ച് കടുത്ത തർക്കം ഉണ്ടായി. അതായത്, ഈ കപ്പലുകൾ ഹോർമൂസിലേക്ക് കടന്നതിനെക്കുറിച്ച് ചർച്ചയ്ക്കിടയിൽ കടുത്ത തർക്കമുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ ഡിസ്ട്രോയർ കപ്പലുകൾ ഇപ്പോഴുള്ള സ്ഥാനത്ത് നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങിയാൽ ഞങ്ങൾ അതിനെ വെടിവെച്ചിടും, ഇത് വെടിനിർത്തൽ ലംഘനമാണ് എന്ന് അമേരിക്കൻ പ്രതിനിധികളുടെ മുഖത്ത് നോക്കി താൻ പറഞ്ഞു എന്നാണ് ഖാലിബാഫ് വെളിപ്പെടുത്തുന്നത്. തുടർന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും കപ്പലുകളോട് തിരിച്ചുപോകാൻ ഉത്തരവിടാൻ 15 മിനിറ്റ് സമയം ആവശ്യപ്പെട്ടു. തുടർന്ന് കപ്പലുകൾ പിൻവാങ്ങിയെന്നും ഖാലിബാഫ് പറയുന്നു. JD വാൻസിനോട് ഞങ്ങൾക്ക് നിങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല എന്നുള്ള കാര്യം പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ആദ്യഘട്ട ചർച്ചയിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അന്തിമമായ ധാരണയിലെത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 1-2 പ്രധാന വിഷയങ്ങളിൽ ഇപ്പോഴും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും ഖാലിബാഫ് അഭിമുഖത്തിൽ പറയുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ മധ്യസ്ഥനായി നടന്ന ചർച്ചയെക്കുറിച്ച് ഗുരുതരമായ വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചകളിൽ, അതായത് പരോക്ഷ ചർച്ചകളിൽ, നേരിട്ടുള്ള ചർച്ചകളിലല്ല, പരോക്ഷ ചർച്ചകളിൽ പലപ്പോഴും കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും നേരിട്ടുള്ള ചർച്ചകളാണ് കൂടുതൽ വ്യക്തത നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നു. ചർച്ചകൾ നടക്കുമ്പോഴും സൈനികമായും നയതന്ത്രപരമായും തങ്ങൾ ഒരു പടി മുന്നിലാണെന്നും അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങില്ല എന്നുമാണ് ഖാലിബാഫ് നൽകുന്ന സന്ദേശം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം. ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ഇറാൻ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ ട്രംപ് ചർച്ചയുടെ കാര്യത്തിൽ തിടുക്കം കൂട്ടുകയാണ് എന്നുള്ള കാര്യവും നമ്മൾ നോക്കിക്കാണണം. അതാണ് രണ്ടാമത്തെ കാര്യം.
എൻ്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു. ചർച്ചകൾക്കായി അവർ നാളെ, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം അവിടെ എത്തുമെന്നാണ് ട്രംപിൻ്റെ പുതിയ പോസ്റ്റ്, അതായത് ട്രൂത്ത് സോഷ്യലിലെ പുതിയ പോസ്റ്റ്. ചർച്ചകളുടെ തീയതി ആയില്ല എന്നും മറ്റും ഇറാൻ പ്രതികരിക്കുമ്പോഴാണ് ചർച്ചയ്ക്കായി ട്രംപ് ഇങ്ങനെ തിടുക്കം കൂട്ടുന്നത്, പ്രതിനിധികളെ പെട്ടെന്ന് അയക്കുന്നത്. ഞങ്ങൾ വളരെ ന്യായവും യുക്തിസഹവുമായ ഒരു കരാറാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇറാൻ അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവർ അത് ചെയ്തില്ല എങ്കിൽ ഇറാനിലെ ഓരോ പവർ പ്ലാന്റും ഓരോ പാലവും അമേരിക്ക തകർക്കും. ഇനി മുതൽ മിസ്റ്റർ നൈസ് ഗൈ ഉണ്ടാകില്ല, അത് ഇല്ലാതാക്കും. അതായത് കാലിബാഫിനെ, ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ കാലിബാഫിനെ ഇല്ലാതാക്കും, കൊല്ലും എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണിപ്പെടുത്തുന്നത്. കഴിഞ്ഞ 47 വർഷമായി മറ്റ് പ്രസിഡന്റുമാർ ഇറാനോട് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ അഭിമാനമായി ഞാൻ കരുതും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭീഷണി പോസ്റ്റ് ട്രംപ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും കാലിബാഫിൻ്റെ പ്രസ്താവനകൾ അമേരിക്കയുടെ കൊള്ളേണ്ടെടുത്ത് കൊണ്ടു, അല്ലെങ്കിൽ കനത്ത ആഘാതം ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ട്രംപിൻ്റെ ഈ ഭീഷണി വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ദീർഘകാലം അടഞ്ഞുകിടന്നാൽ ആഗോളതലത്തിൽ എണ്ണവില ബാരലിന് $150 മുതൽ $200 വരെ ഉയർന്നേക്കാം. ഇത് ലോകമെമ്പാടും വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകും. ഇതാണ് ട്രംപിനെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഈ ലോകമാകെയുള്ള സാമ്പത്തിക മാന്ദ്യം ഏറ്റവും അധികം ബാധിക്കുക അമേരിക്കയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ചർച്ച നടക്കട്ടെ എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും വ്യക്തമാക്കുന്നത്. ചർച്ചകൾക്ക് മുമ്പായി ഒരു വ്യക്തമായ ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് വേണമെന്നും ഇറാൻ നിലപാടെടുക്കുന്നു. ചർച്ചകൾ കടുപ്പമാണെങ്കിലും ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നയതന്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിച്ച് ഉത്തര കൊറിയ രംഗത്തെത്തി എന്നുള്ള ഒരു സാഹചര്യവും മറ്റിടത്ത് രൂപപ്പെടുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. കിം വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി പല തലങ്ങളിൽ ബന്ധിപ്പിച്ച് വായിക്കാവുന്ന ഒരു നീക്കമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇറാൻ്റെ മിസൈൽ സാങ്കേതികവിദ്യയുടെ പ്രധാന ഉറവിടം ഉത്തര കൊറിയയാണെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരെ ഇറാൻ പ്രയോഗിക്കുന്ന പല മിസൈലുകളും ഉത്തര കൊറിയൻ രൂപകൽപ്പനയിലുള്ളതാണ് എന്നാണ് ചില വിദഗ്ധർ, ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് ഈ മിസൈലുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ മിസൈൽ സാങ്കേതികവിദ്യ പരിഷ്കരിക്കാനാണ് ഉത്തര കൊറിയ ഈ സമയങ്ങളിലെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനൊപ്പം അമേരിക്കയ്ക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കലും കിമ്മിൻ്റെ ലക്ഷ്യമാണ്. അമേരിക്കയും മറ്റ് ലോകശക്തികളും ഇറാൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയം തങ്ങളുടെ മിസൈൽ ശേഷി കൂട്ടാനുള്ള സുവർണ അവസരമായി ഉത്തര കൊറിയ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിൻ്റെ ശ്രദ്ധ പശ്ചിമേഷ്യയിലായിരിക്കുമ്പോൾ ഉത്തര കൊറിയയുടെ പ്രകോപനങ്ങൾ കുറഞ്ഞ പ്രതിരോധങ്ങൾ നേരിടേണ്ടി വരൂ എന്നുള്ള കാര്യവും അവർ കണക്കാക്കുന്നു. അതായത് ഇങ്ങനെ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയത് കൊണ്ട് ആരും അത്ര കണ്ടങ്ങ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് കിം ഈ വർഷം തന്നെ ഇപ്പോൾ 12ാമത്തെയോ 8ാമത്തെയോ ഒക്കെ മിസൈൽ പരീക്ഷണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനെ പ്രതിരോധിക്കാൻ അമേരിക്ക പാടുപെടുമ്പോൾ കൊറിയൻ ഉപദ്വീപിലും പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ച് അമേരിക്കയെ 2 യുദ്ധമുഖങ്ങളിൽ ഒരേ സമയം തളച്ചിടുക എന്നതും ഉത്തര കൊറിയയുടെ ലക്ഷ്യമാണ്. ഇറാൻ ഇസ്രയേലിനെതിരെ പയറ്റുന്ന സാച്ചുറേഷൻ സ്ട്രൈക്ക്, അതായത് ഒരേ സമയം നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ട് പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്ന രീതി ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയ്ക്കെതിരെ പരീക്ഷിക്കുന്നുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾക്കൊപ്പം തന്നെ ഉത്തര കൊറിയ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങൾ വെറുമൊരു സൈനിക അഭ്യാസമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ യുദ്ധത്തെ തങ്ങളുടെ തന്ത്രപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കമാണ് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം. ഇതാണ് ട്രംപിനെ പേടിപ്പിക്കുന്നത്, അമേരിക്കൻ കേന്ദ്രങ്ങളെ പേടിപ്പിക്കുന്നത്, ജപ്പാനെ പേടിപ്പിക്കുന്നത്, ദക്ഷിണ കൊറിയയെ പേടിപ്പിക്കുന്നത്. ഇനി ഹോർമൂസിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒരു കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ്. ഹോർമൂസിനെ വെച്ച് കൃത്യമായി കാര്യങ്ങളെ ആസൂത്രണം ചെയ്യാൻ കഴിവുള്ള ഇറാൻ കൂടുതൽ അപകടകാരിയായി മാറുന്നു എന്നതാണ് അമേരിക്ക ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളെയും ഇസ്രയേലിൻ്റെ കുബുദ്ധിയെയും കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ ഹോർമൂസിനെ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റഷ്യൻ മുൻ പ്രസിഡന്റും അവരുടെ ഇപ്പോഴത്തെ സുരക്ഷാ കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവ് ഇറാൻ്റെ ഹോർമൂസ് കരുത്തിനെ ഇറാൻ്റെ ആണവായുധം എന്ന് വിശേഷിപ്പിച്ചത്. നിങ്ങൾക്ക് ഭൂമിശാസ്ത്രത്തെ തോൽപ്പിക്കാനാവില്ല എന്നാണ് ഇസ്രായേൽ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ മുൻ ഉദ്യോഗസ്ഥൻ ഡാനി സ്ട്രിഗ്നോവിച്ച് ഇറാൻ്റെ ഹോർമൂസ് കരുത്തിനെക്കുറിച്ച് നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഭാവിയിൽ ഏതൊരു സംഘർഷമുണ്ടായാലും കടലിടുക്ക് അടയ്ക്കുക എന്നതായിരിക്കും ഇറാൻ്റെ ആദ്യ തന്ത്രമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് ഇറാൻ ഏറ്റവും അവസാനമായി ഉപയോഗിക്കുന്നത് ഹോർമൂസിനെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ
അമേരിക്ക ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ അറ്റാക്ക് നടത്തിയതോടുകൂടി ആയത്തുള്ള അലി ഖൊമൈനി നഷ്ടപ്പെട്ടതോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചതോടുകൂടി ഇറാൻ അവസാനത്തെ തന്ത്രമെടുത്ത് ആദ്യം പ്രയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഹോർമൂസിൽ ഇറാൻ വിതറിയ മൈനുകളെക്കാൾ ഇറാനെ കരുത്തരാക്കുന്ന ഘടകം മുജ്തബ തന്നെ കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പ്രശംസിച്ച ഡ്രോണുകളാണ്. പിന്നെ ഹ്രസ്വദൂര മിസൈലുകളും ഗൺബോട്ടുകളും കരുത്താണ്. യുദ്ധം എത്ര നീണ്ടാലും അതിന് ഉപയോഗിക്കാൻ തക്കവണ്ണം ഡ്രോണുകളും മൊബൈൽ മിസൈൽ ലോഞ്ചറുകളും ഇറാൻ്റെ ഭൂമിക്കടിയിലുള്ള മിസൈൽ സിറ്റികളിൽ സുരക്ഷിതവുമാണ്. ഹോർമൂസിലെ കപ്പൽ ഗതാഗതം താറുമാറാക്കാൻ ഇതിൻ്റെ പകുതി മതി എന്ന് തന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തന്നെ മുന്നറിയിപ്പ്. ഹോർമൂസിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഇറാൻ നാവികസേനയാണ് അവരുടെ മറ്റൊരു കരുത്ത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ നാവിക ഉപരോധത്തെ മറികടന്ന് ഇറാൻ ഹോർമൂസ് വഴി തങ്ങളുടെ വേണ്ടപ്പെട്ട കപ്പലുകളെ ഗൾഫിലേക്കും തിരിച്ചും കടത്തിവിടുന്നത്. അതായത് വെറുതെ 10 കപ്പലിട്ട് ബ്ലോക്ക് ചെയ്യാവുന്ന സ്ഥലമല്ല ഹോർമൂസ് എന്ന് ഇപ്പോൾ അമേരിക്കൻ നാവികസേനയ്ക്ക് മനസ്സിലായി എന്നാണ് ഇറാൻ്റെ പരിഹാസ രൂപേണയുള്ള തിരിച്ചടി അല്ലെങ്കിൽ മറുപടി. എന്തായാലും ഇറാൻ്റെ നിലവിലെ നീക്കങ്ങൾ കേവലം വൈകാരികമായ ഒരു പ്രതികരണമല്ല, മറിച്ച് വ്യക്തമായ തന്ത്രപരമായ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കങ്ങളാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതും സൈനിക നീക്കങ്ങൾ നടത്തുന്നതും ചർച്ചകൾക്ക് തൊട്ടു മുമ്പ് തങ്ങളുടെ വിലപേശൽ ശേഷി കൂട്ടാനാണ്. ഉപരോധങ്ങൾ നീക്കാതെ വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ ട്രംപിന് നൽകുന്നത്. ട്രംപിൻ്റെ ഉപരോധ നീക്കങ്ങൾക്ക് മറുപടി നൽകാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്ന് നമ്മൾ നോക്കിക്കാണണം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറും ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഫോണിൽ സംസാരിച്ചതും ട്രംപിൻ്റെ നീക്കങ്ങളുടെ ഭാഗമാണ്. പാകിസ്ഥാനെ ഉപയോഗിച്ച് ചർച്ചകൾക്ക് വേഗം കൂട്ടാനാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ നീക്കം നടത്തുന്നത്. മറുഭാഗത്ത് വിലപേശൽ ശക്തി കൂട്ടാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ 2ാം ഘട്ട ചർച്ച നടക്കുമെന്നുള്ള സൂചനകളാണ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ പുറത്തു വരുന്നത്. എന്താകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം ഇറാൻ ചർച്ചയിലേക്ക് നിൽക്കുമോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടുത്ത നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ചർച്ചയിലേക്ക് പോകുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമായിട്ട് നിൽക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.